സുഹൃത്തുക്കളെ, കേൾട്ടൺ യൂട്യൂബർ നസീലാണ്. എൻ്റെ യാത്രക്കിടയിൽ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു സമയം കൊടും ചൂടാണ്. പ്രതികൂലമായ അന്തരീക്ഷത്തിലും ഈ ഒരു കൊച്ചുമിടുക്കന്മാർ പാടത്തിറങ്ങി ഫുട്ബോൾ കളിക്കുന്നത് കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ടൊരു അനുഭവമായി തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ അവർ വന്ന് പന്ത് തട്ടി കളിക്കുന്നത്? നമുക്കറിയാം, ഈ ജില്ല വേറെയാണ്, മലപ്പുറമാണ്. അവിടെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും എന്നറിയാം. എങ്കിലും അവരൊന്ന് പരിചയപ്പെടണം. ഈ ഒരു സമയത്തുള്ള കളിക്കാനുള്ള കാരണം എന്താണ്? അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമയത്താണ് ഈ ഗ്രൗണ്ട് ഒഴിഞ്ഞിട്ട് അത് അടുത്ത് കഴിഞ്ഞാൽ വേറെ ടീം വന്ന് കളിക്കും. അപ്പോ പിന്നെ എനിക്ക് ക്യാമ്പുണ്ട്, വന്ന് ബിസി ആവും. അങ്ങനെ എല്ലാരും ബിസി ആവുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കളിക്കാൻ സത്യത്തില് ഈ ഒരു ചെറിയ പ്രദേശം, ഈ ഒരു ഗ്രൗണ്ട് തന്നെ ഉള്ളു? വേറെ ഇതാണ് ഞങ്ങൾ കളിക്കാറ്. അവിടെ കുറെ ഗ്രൗണ്ടുകളുണ്ട്. അത് ഫുള്ള് ആൾക്കാര് നിറഞ്ഞുണ്ട്. അവിടെ ഉള്ള ഗ്രൗണ്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കളിക്കാൻ ഇത്ര ആളുകളെ ഉണ്ടാവുള്ളൂ? സാധാരണ കളിക്കാൻ നിങ്ങൾ 4 പേരോ? ഞങ്ങളുടെ ഗ്യാങ്ങാണിത്. എത്ര ആളുകളുള്ളല്ലേ നിങ്ങളെ ഗ്യാങ്ങില്? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കോട്ടപ്പാടി എവിടെ അക്കാദമിയില് പോകുന്ന എന്തെങ്കിലും ക്യാമ്പിനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ ഇതില് നിങ്ങള്? ഞാന് ബാഡ്മിന്റൺ ആണ് പോവാറ്. ബാഡ്മിന്റൺ ക്യാമ്പിന് പോകുന്നത്. മോനോ? ഇല്ല. മോനോ? പക്ഷെ ഫുട്ബോൾ ഇഷ്ടമാണ്. അത് മലപ്പുറത്തുകാരുടെ ഒരു വികാരമാണ് തീർച്ചയായിട്ടും കാൽപന്ത് കളി, ഫുട്ബോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ നിങ്ങളിങ്ങനെ കളിക്കുന്നത് ഒരു വ്യത്യസ്ത അനുഭവമായി. പ്രത്യേകിച്ച് നമ്മളെ കാലാവസ്ഥ അറിയാലോ, ഭയങ്കരമായിട്ട് ചൂടാണ്, നോമ്പുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അതില് വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോഴാണ് ഇവിടെ ഇറങ്ങാൻ. അപ്പോൾ ഓക്കെ, നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. ഇന്നൊരു തലമുറ ലഹരിക്കടിമയായിട്ട് അങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ വ്യത്യസ്തമായി ആ ഒരു ഫുട്ബോളിനെ പ്രണയിച്ചുകൊണ്ട് അതിനോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട്. അതിൽ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോകാനും ഈ ഒരു സൗഹൃദം ഇതുപോലെ ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്